ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കണവ റോസ്റ്റാണ്. അതിനായി 1/2 കിലോ കണവ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ട് ഒരു 250 ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു വലിയ സവാള അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണവ ഒന്ന് സെപ്പറേറ്റായിട്ട് വേവിച്ചെടുക്കണം. കണവ നല്ലതുപോലെ ഞെക്കി പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ്, അതിലൊക്കെ വെള്ളം നമ്മൾ ഒഴിക്കാറില്ല, ഇതിൽ വെന്ത് കഴിയുമ്പോൾ വെള്ളം വരും. 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്ക് സ്റ്റൗ കത്തിച്ച് ഈ കണവ ഒരു 15 മിനിറ്റോളം വെന്ത് കിട്ടണം. അതിനായി നമുക്കത് സ്റ്റൗവിലേക്ക് വെക്കാം. ഒന്ന് അടച്ച് വെച്ച് അത് വേകാൻ വെക്കാം. ഈ സമയത്തിന് നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 സ്പൂൺ കടുകിട്ട് ഈ കടുക് നന്നായി ഒന്ന് പൊട്ടണം. പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ചുവന്നുള്ളിയും സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത് നന്നായി വഴന്ന് ഒരു ബ്രൗൺ കളറാകണം, അതുവരെ നമ്മൾ ഇതിങ്ങനെ വഴറ്റി കൊടുക്കണം. ബ്രൗൺ നിറമായി വരുമ്പോഴാണ് നമ്മൾ തക്കാളി ചേർക്കുന്നത്. ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറാവാറായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞ് ഇനി നമ്മളത് വഴറ്റണം. തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരണം. ആ പരുവം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി. എരിവ് കുറച്ച് മതിയെങ്കിൽ മുളക് പൊടി കുറച്ച് ചേർക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ എരിവ് വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കുന്നത്. അല്പം ഉപ്പും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം കണവയിൽ നമ്മൾ 1/2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. നമുക്ക് അല്പം ഉപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കറക്റ്റായിരിക്കും. പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ആ വെന്ത കണവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ അരപ്പ് കണവയിൽ നല്ലതുപോലെ പിടിച്ചങ്ങ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്കതൊന്ന് 10 മിനിറ്റോളം ഒന്ന് മൂടി വെക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് 10 മിനിറ്റോളം ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ കണവ റോസ്റ്റ് റെഡിയാകും. ഇളക്കി യോജിപ്പിച്ച് 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർന്നു വെക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.